മുത്തച്ഛൻ കൊട്ടാരക്കര ശ്രീധരൻ നായർ, സായികുമാർ അമ്മാവൻ ഈ രണ്ട് ബന്ധങ്ങളും മതിയായിരുന്നു വിനു മോഹൻ എന്ന പുതുമുഖ നടന് അവസരങ്ങൾ മലയാള സിനിമയിൽ ലഭിക്കാൻ. അനശ്വര നടന്മാരുടെ കുടുംബത്തിൽ നിന്നുള്ള വിനു മോഹന് ആ ഒരു പരിഗണന തൻ്റെ അരങ്ങേറ്റ സമയത്ത് കിട്ടി എന്നുള്ളതും സത്യമാണ്. 2005 ആൽബർട്ട് അന്തോണി സംവിധാനം ചെയ്ത കണ്ണേ മടങ്ങൂ എന്ന ചിത്രത്തിലെ ഹരികുമാർ കഥാപാത്രത്തിലൂടെയാണ് വിനു മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നത്. ചിത്രം ഒരു ആർട്ട് നോൺ കൊമേഴ്സ്യൽ ചിത്രമായതുകൊണ്ട് തന്നെ ചിത്രവും വിനു മോഹൻ്റെ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറയാം. കണ്ണേ മടങ്ങൂ എന്ന ചിത്രത്തിനു ശേഷം 2007 ലോഹിതദാസ് രചനയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറങ്ങിയ നിവേദ്യം എന്ന ചിത്രമാണ് വിനു മോഹൻ നായകനായി പുറത്തിറങ്ങിയ ആദ്യ ചിത്രം. വിനു മോഹൻ, ഭാമ, നെടുമുടി വേണു, ഭരത് ഗോപി എന്നിവർ വേഷമിട്ട ചിത്രത്തിൽ CK മോഹനകൃഷ്ണൻ എന്ന അമ്പലത്തിലെ പോറ്റിയുടെ വേഷമാണ് വിനു മോഹൻ ചെയ്തത്. ഒരു അഭിനേതാവെന്ന നിലയിൽ വിനു ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ചിത്രത്തിലൂടെയാണ്. ചിത്രത്തിലെ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റായതും വിനുവിന് തുണയായി. വലിയ വിജയമായില്ല എങ്കിലും ചിത്രം വിനുവിന് നേട്ടമായിരുന്നു. ഭാമയുമായി ബെസ്റ്റ് പെയർ അവാർഡ് ഏഷ്യാനെറ്റിൽ നിന്നും വിനുവിന് ലഭിച്ചതും ഒരു പുതുമുഖ നായക നടന് കിട്ടിയ ബോണസായിരുന്നു. വിനുവിന് പിന്നീട് നിരവധി അവസരങ്ങൾ ചിത്രം തുറന്നുകൊടുത്തു. 2008 ശ്രീപ്രകാശ് സംവിധാനം ചെയ്ത സുൽത്താൻ എന്ന ചിത്രമാണ് വിനു മോഹൻ അടുത്തതായി ചെയ്തത്. ശിവൻ എന്ന റോളാണ് ചിത്രത്തിൽ വിനു ചെയ്തത്. ചിത്രം എന്നാൽ വമ്പൻ പരാജയ രുചി അറിഞ്ഞു. ഒരു രീതിയിലും ഈ ചിത്രം വിനുവിന് കരിയറിലും ഗുണം ചെയ്തില്ല. എന്നാൽ ഈ വർഷം തന്നെ പുറത്തിറങ്ങിയ ജോണി ആൻ്റണിയുടെ സൈക്കിൾ എന്ന ചിത്രം സൂപ്പർ ഹിറ്റായി മാറിയത് വിനുവിന് കരിയറിൽ വലിയ വഴിത്തിരിവായിരുന്നു. സഞ്ജു എന്ന ക്രിക്കറ്റ് പ്ലെയർ റോൾ വിനു മനോഹരമാക്കി. ചിത്രം അത്രമേൽ ഇന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രമാണ്. വിനുവിനൊപ്പം വിനീത് ശ്രീനിവാസൻ, ഭാമ, സന്ധ്യ, ജഗതി തുടങ്ങിയവർ വേഷമിട്ട ചിത്രം മികച്ച എൻ്റർടൈൻമെൻറ്റ് ത്രില്ലർ ചിത്രമായിരുന്നു. ഗാനങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു. സൈക്കിളിൻ്റെ വിജയത്തോടെ മുൻനിര നായക യുവനിരയിലേക്ക് വിനു കടന്നുവരാൻ കെൽപ്പുണ്ടെന്ന് ചർച്ചകളുമുണ്ടായിരുന്നു. എന്നാൽ സൈക്കിളിന് ശേഷം ദലമർമരങ്ങൾ എന്ന ചിത്രം വലിയ പരാജയ ചിത്രമായി മാറി. എന്നാൽ 2009 ഷാഫി സംവിധാനം ചെയ്ത ചട്ടമ്പിനാട് വിനുവിന് വീണ്ടും ഒരു സൂപ്പർ ഹിറ്റ് പടം നൽകി. മമ്മൂട്ടി നായകനായ ചിത്രത്തിൽ മല്ലയ്യ എന്ന മമ്മൂക്ക കഥാപാത്രത്തിൻ്റെ സഹോദരനായി മുരുകൻ എന്ന കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ പിന്നീടുള്ള വർഷങ്ങൾ വിനുവിന് നഷ്ടങ്ങളുടെ കൂടെ വർഷമായിരുന്നു. കളേഴ്സ്, കേരളോത്സവം 2009, ഇങ്ങനെയും ഒരാൾ, കൂട്ടുകാർ, നാടകമേ ഉലകം, ഈ തിരക്കിനിടയിൽ, അജന്ത, മൈ ഡിയർ മമ്മി, ബോംബെ മുട്ടായി തുടങ്ങി ഒന്നിനൊന്ന് നിരവധി ചിത്രങ്ങൾ പരാജയരുചി അറിഞ്ഞു. ദയനീയമായി ഈ ചിത്രങ്ങളെല്ലാം തിയേറ്ററുകളിൽ പൊട്ടി. 2014 ശേഷം കരിയറിൽ ഒരു ബ്രേക്ക് എടുത്ത വിനുവിന് 2015 വീണ്ടും തിരിച്ചുവരാൻ ലാൽ ജോസ് അവസരമൊരുക്കി. ലാൽ ജോസിൻ്റെ നീന എന്ന ചിത്രത്തിലെ സണ്ണിക്കുട്ടി വിനുവിൻ്റെ ഇതുവരെ കാണാത്ത ഒരു വ്യത്യസ്ത കഥാപാത്രമായിരുന്നു. ഒരു അച്ചായൻ കോഴി കഥാപാത്രമായിരുന്നു അത്. 2016 കരിയറിൽ വലിയൊരു ഹിറ്റിൻ്റെ ഭാഗമാകാൻ വിനുവിന് കഴിഞ്ഞു. വൈശാഖിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പുലിമുരുകനായിരുന്നു അത്. പുലിമുരുകനിൽ ലാലേട്ടൻ അനിയൻ കഥാപാത്രമായ മണിക്കുട്ടനായി വിനു തകർത്തഭിനയിച്ചു. ചിത്രം വമ്പൻ ഹിറ്റായി മാറി. എന്നാൽ കരിയറിൽ പുലിമുരുകൻ്റെ വിജയം വിനുവിന് നിരവധി ചിത്രങ്ങളിലെ ഇൻഡസ്ട്രിയിലെ മുൻനിര യുവതാര നിരയിലേക്ക് വിനുവിന് ചേർക്കാനായില്ല. 2016 ശേഷം 2025 വരെ 8ഓളം ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ച വിനുവിന് ജോമോൻ്റെ സുവിശേഷവും ഇട്ടിമാണിയും എന്നീ ചിത്രങ്ങളിലെ സഹതാര വേഷം മാത്രമാണ് തെല്ല് ആശ്വാസമായത്. പല പുതുമുഖ താരങ്ങളും സൂപ്പർ സ്റ്റാർ ആയപ്പോഴും മികച്ച വേഷങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടപ്പോഴും ഒരു ശരാശരി നടനായി വിനു ഒതുക്കപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു താരം മാത്രമായി വിനു മോഹൻ മാറി മലയാള സിനിമയിൽ.